നമ്മൾ ടീമിനെ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി പോകേണ്ടത് അവരുടെ കോച്ചിനെ കുറിച്ചാണ്, അവരുടെ ചാണക്യനെ കുറിച്ചാണ്, ബ്രസീൽ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ചാണ് പോകുന്നത്. ഇത് നമ്മളൊരു സ്പെഷ്യൽ സെഗ്മെന്റ് വഴിയാണ് പെപ് ടോക്ക്. പരിശീലകരുടെ കുലപതി എന്ന് തന്നെ നമുക്ക് ആഞ്ചലോട്ടിയെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ചും ബ്രസീൽ ടീമിനെ പോലെ ഒരു ടീമിന് വിദേശ പരിശീലകരെ പരിഗണിക്കാത്ത 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിദേശ പരിശീലകനെ ബ്രസീൽ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇത് ആഞ്ചലോട്ടി ഒരിക്കലും വലിയ ടാക്ടിക്സുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഫോർമേഷണൽ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. അദ്ദേഹം പരമ്പരാഗതമായ 4-3-3 ഫോർമേഷനിൽ അല്ലെങ്കിൽ 4-2-3-1 ഫോർമേഷനിൽ കളിക്കുമ്പോഴും അദ്ദേഹം പ്ലേയേഴ്സിന് കൂടുതൽ ബഹുമാനം കൊടുത്തുകൊണ്ട് പ്ലേയേഴ്സിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിന് അവരുടെ കഴിവുകളെ പൂർണ്ണമായും കവർന്നെടുക്കാൻ തക്ക സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടാണ് അവർ ഇന്ന് റിസൾട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിനീസ് ജൂനിയറെ പോലെ അദ്ദേഹത്തിനോടൊപ്പം റയൽ മാഡ്രിഡിലെ പെർഫോം ചെയ്ത കളിക്കാരെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിന് പോലെ ഒരു ടീമിന് കപ്പ് പ്രതീക്ഷിക്കാം. സന്തോഷ് ട്രോഫി സഹപരിശീലകനും കമന്റേറ്ററുമായ എബിൻ റോസാണ് പെപ് ടോക്കിൽ വിവിധ പരിശീലകരെ, ഈ ലോകകപ്പിലെ സൂപ്പർ പരിശീലകരെ നമുക്കായി 24-ലെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഇതോടുകൂടി ഗോൾക്കാനയുടെ ഈ പതിപ്പ് ഇവിടെ തീരുകയാണ്. ഇനി രാത്രി 11:15 നമുക്ക് കാണാം. ബ്രസീലിന്റെ ആവേശ പോരാട്ടത്തോടനുബന്ധിച്ച് നാളെ 5:30 പ്രത്യേക ബുള്ളറ്റിൻ, നമ്മുടെ ബുള്ളറ്റിൻ ആ സമയത്ത് ആരംഭിക്കുകയായിരിക്കും. പ്രിയ പ്രേക്ഷകർ, ബ്രസീലിന്റെ ആ കളിക്ക് ശേഷമുള്ള വിശദമായ പ്രതികരണങ്ങളും ആരാധകരുടെ ആവേശങ്ങളും ഒക്കെ തന്നെ നമുക്ക് രാവിലെ കാണാം. 5:30 മുതൽ സ്പെഷ്യൽ ബുള്ളറ്റിൻ ആരംഭിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.